NSS നേതൃത്വത്തെ കണ്ട് ചർച്ച ചെയ്യാൻ അടുത്ത ദിവസം തന്നെ പോകും. മൈക്ക് വെച്ചാൽ മതിയാ പറഞ്ഞ അവർക്ക് ഡബിളായിട്ട് വരും. ഡേറ്റ് മിക്കവാറും ഇന്ന് വിളിച്ച് ചോദിക്കും. വിളിച്ച് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സൗകര്യം കണക്കാക്കി ഏറ്റവും വേഗം തന്നെ പോകും. എന്താ കാരണം ഈ പരാമർശത്തിനോടെന്ന് പറഞ്ഞാൽ ഈ SNDP യോഗം ഒരു സമുദായത്തിനോടും ഒരു വിരോധവുമില്ല. ലീഗിനെ പറ്റിയുള്ള ആ അഭിപ്രായം പറഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷമായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ആ പ്രചരണത്തിന് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഒരിക്കലും മുസ്ലിം സമുദായങ്ങളെ ആക്ഷേപിക്കുന്നത് ഞങ്ങളുടെ ശൈലിയല്ല. എല്ലാ സമുദായത്തോടും സമന്വയത്തോടും സൗഹാർദ്ദത്തോടും കൂടി പോകണമെന്ന് ചിന്തിക്കുകയും അങ്ങനെ പോകുന്ന ആളുകളാണ്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്തേന, അതാണ് ഞങ്ങളുടെ ചിന്ത. അങ്ങനെ പോകുന്ന ഞങ്ങൾ ഈ മുസ്ലിം സമുദായത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ലീഗ് ഭരണത്തിൽ ഇരിക്കുമ്പോൾ കാണിച്ച വിവേചനത്തെപ്പറ്റി തുറന്നു കാട്ടിച്ചപ്പോൾ അത് പറയാതെ ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ലീഗ് നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ തുറന്ന് ചർച്ച ചെയ്യും. അത് ചില പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിൻ്റെ കോപ്പികളെല്ലാം നിങ്ങളെ തന്നിട്ടുണ്ട്. കാരണം ഇനി ഒട്ടും താമസിക്കില്ല. കാരണം ഇതൊരു വികാരപരമായിട്ട് തന്നെ ഇപ്പോൾ ഈ കമ്മിറ്റി ഈ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. വളരെ വലിയ വികാരമായിട്ട്. കാരണം ഇങ്ങനൊരു പ്രസിദ്ധി ഉണ്ടായപ്പോൾ തന്നെ അപ്പം തന്നെ ഐക്യത്തിന് കാഹളം മുഹക്കിയത് NSS നേതൃത്വമാണ്. അതിൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം ആദ്യമായിട്ട് ഞാൻ ഈ മെസ്സേജ് എറണാകുളത്ത് വെച്ച് പറയുമ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഈ ഐക്യം ഈ കാലഘട്ടത്തിന് ആവശ്യമാണെന്നും പറഞ്ഞുവെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതാണ് വലിയ കുഴപ്പമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ഞങ്ങളുടെ സമുദായത്തിനും വലിയൊരു ആത്മബലം സുമാരനേറെ അദ്ദേഹം നൽകി എന്നുള്ളത് നന്ദിപൂർവ്വം ഞങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തുകൊണ്ടും ഞങ്ങളുടെ മനസ്സുമായി സമന്വയിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അത് ചർച്ച ചെയ്യാനും എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാനും തുഷാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ടൈം ഫിക്സ് ഇന്ന് തന്നെ വിളിച്ച് ചോദിച്ച് ടൈം ഫിക്സ് ചെയ്ത് ഇന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ. ഒരു ഉപാധിയില്ല. എങ്ങനെ വേണമെന്നുള്ള അത് മറ്റാരും വിദ്വേഷത്തിന് വേണ്ടിയിട്ടല്ല, മറ്റൊരു മതക്കാരെ വിദ്വേഷിക്കപ്പെടുത്താനല്ല, ഒരു സംഘടനയെ വിദ്വേഷിക്കാനല്ല, ഒരു വ്യക്തിയെ വിദ്വേഷിപ്പിക്കാനല്ല, ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടി സമാന ചിന്താഗതിക്കാരായ ഇതുപോലുള്ള വേദന അനുഭവിക്കുന്ന സമാന ചിന്താഗതിക്കാരായ സമുദായ അംഗങ്ങൾ, അതിനകത്ത് നായാടി തൊട്ട് നേരെ നസ്രാണി വരെ ഉണ്ടാവും. ഒരുപാട് നസ്രാണി വിഭാഗങ്ങൾ തുഷാറിനോട് സമീപിച്ചിട്ടുണ്ട്, എന്നോട് സമീപിച്ചിട്ടുണ്ട്. അവരെ ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതെല്ലാം എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് പ്രിയമുള്ള മിസ്റ്റർ സുകുമാരൻ നായരുമായിട്ട് കൂടി ആദ്യം ചർച്ച ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാനെന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. ചത്ത കൊച്ചിൻ്റെ യാഗം വായിക്കണോ ഞാൻ എൻ്റെ പൊന്നാശാനെ കുളത്തിൽ കലകാതെ ചത്ത കൊച്ച് നമ്മൾ പോണ വണ്ടി കയറുക വണ്ടി കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവസാനം വിജയിച്ച കാര്യങ്ങളില്ലേ. ആ തോറ്റ എന്തെല്ലാം കാര്യങ്ങൾ തെറ്റുപറ്റിയോ ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് ഈ കാര്യക്ക് ഇനി പുതിയ ചർച്ച. കാരണം ഓരോരുത്തരുടെ ഐഡന്റിറ്റി അതുപോലെ നിലനിർത്തിക്കൊണ്ട്
തീർച്ചയായിട്ടും അവരുമായിട്ട് ആലോചിച്ച് ഇനി ഏത് തീരുമാനം ഉണ്ടാവും. ഇനി ഏതായാലും ഒരു കാര്യമുണ്ട്, SNDP NSS തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു പ്രശ്നമേ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളെ പറ്റി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങളിൽ നിലപാടെടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാനല്ലല്ലോ ഞങ്ങൾ പോകുന്നത്. ഘട്ടം നിൽക്കുമ്പോൾ അല്ല, അത് അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യത്തിൽ നിലപാടെടുക്കണമോ എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യും. രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ടി വന്നാൽ അതെടുക്കും. അതെല്ലാം അവരവരുടെ നിലപാടനുസരിച്ച് സമദൂരത്തിൽ പോട്ടെ എന്ന് അവർ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ പോകും. അതല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമനുസരിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ പോകും. പ്രതിപക്ഷ അതെ, ഈ പോഞ്ഞ കൊള്ളിയാണ്, അത് പുറത്തിട്ട് കഴിഞ്ഞു. അത് സതീശൻ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. സീനിയർ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ AK ആന്റണി ഉണ്ട്, അതുപോലെ പ്രഗത്ഭരായി ഇവിടെ പ്രയാണം നടത്തിയിട്ടുള്ള സീനിയറാണ് രമേശ് ചെന്നിത്തല. അതോടൊപ്പം തന്നെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് സെൻട്രലിൽ വലിയ നിലയിലെത്തിയിട്ടുള്ള മിസ്റ്റർ വേണുഗോപാലുണ്ട്. ഇവരാരും ഇതിനെപ്പറ്റി ഒന്നും പറയാറില്ല. അവരെല്ലാം പറയാത്ത ചിലതെല്ലാം അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പറച്ചില്ല ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയും ഈ പറഞ്ഞ വലിയ മാന്യന്മാരായ അവർ കേരളത്തിൻ്റെ എല്ലാ സമുദായത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ള മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഈ 3 ആളുകളുണ്ട്. അവർ വളരെ സീനിയറായ ആളുകളാണ്. അവരാരും ഇതിനെപ്പറ്റിയൊരു അഭിപ്രായം പറയില്ല. അവരഭിപ്രായം പറയട്ടെ, അപ്പോൾ പറയാം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ചിലപ്പോൾ ആകാമല്ലോ. ഇപ്പം അതെല്ലാം ചർച്ചയിലൂടെ കണ്ടെത്തേണ്ടതാണ്. ഇപ്പം അവിടെ ഞങ്ങൾ കൂടിയിട്ട് ഇന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം, ഇന്നവർക്ക് സപ്പോർട്ട് അങ്ങനെയുള്ള ആലോചിക്കാനല്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കൂട്ടായ്മ, അത് നായാടി തൊട്ട് നസ്രാണി വരെ. അതിൽ ചർച്ചയുടെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പറയുന്നൊരു അഭംഗിയാണ്, ചർച്ച ചെയ്തിട്ടൊരു രൂപഭംഗി ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ വിശദമായ വിവരം നിങ്ങൾ വിളിച്ചറിയിക്കാം. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഒരൈത്തവും ഇല്ല ഞങ്ങൾ തമ്മിൽ. അല്ല, എല്ലാ ഇപ്പം NSSമായിട്ടും ബാക്കിയുള്ള എല്ലാ സംഘടനകളുമായിട്ടും ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. ഇപ്പം മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കി മുസ്ലിം സമുദായത്തിൻ്റെ സംഘടനകളുണ്ട്. ആ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങളുമായി സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കും. അതല്ലാതെ ഇപ്പം മുസ്ലിം ലീഗ് മാത്രമാണ് ഇങ്ങനൊരു നയമെടുത്ത് പോയിട്ടുള്ളത്. മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരും കേരളത്തിൽ ഒരു സമുദായമോ ഒരു പാർട്ടിയോ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളുമായും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സമുദായ നേതാക്കന്മാരാണെങ്കിലും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഒരു സമന്വയം ഉണ്ടാക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. സർവേ വെച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും ജയിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ബീഹാർ സർവേ നടത്തിയിട്ട് അല്ല കോൺഗ്രസിന്റെ തല വീണെടുത്ത് ഉടനിലുണ്ടായിരുന്ന സർവേകളൊക്കെ കണ്ട. കാരണം ഇലക്ഷൻ അതിന് ഇനിയും കാലം, ഇലക്ഷനെ പറ്റി അസസ് ചെയ്യാൻ ഇനിയും സമയമില്ലപ്പാ. അവരുടെ തോന്നൽ, അവരുടെ വിശ്വാസം അവർ രക്ഷിക്കട്ടെ. താങ്ക് യു. അല്ലേ, എത്രയെണ്ണം നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എന്ത് ചർച്ചയാകാത്തത്. എത്രയോ നായരെ ഈഴവം കല്യാണം ഈഴവ നായരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നമ്മൾ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പലതും ചർച്ചയുണ്ട്. മതമാണ് ഇവിടെ, അതില്ലെങ്കിൽ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അതെന്താ ചർച്ച ചെയ്യാത്തത്? അതൊന്നും ചർച്ചയില്ല. ഞങ്ങൾ എന്തെങ്കിലും അവിടെ ഇതാ പറഞ്ഞത് നിങ്ങൾ വലിയ ചർച്ചയല്ല. ഇത്തരം വർഗീയവാദം പറയുന്നവരെ, വർഗീയ വിഷം മാത്രം തുപ്പി പറയുന്ന ആളുകളെ പറ്റി നിങ്ങൾ ഒരു ചർച്ചയിൽ സംവാദമില്ല. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കണം, കല്യാണം എത്രയോ എണ്ണം നടക്കുന്നത്, അത് നടക്കട്ടെ. അതുകൊണ്ട് നമുക്ക് നല്ല കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം.
ആരുമായിട്ടും ചർച്ച. ജമാഅത്ത് ഇസ്ലാമി അവർ മനുഷ്യരല്ലേ? എന്തോ ലീഗും നല്ല മനസ്സ് തോന്നി ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറാക്കി അവരോടും അവർ തെറ്റ് തീർത്തുമെങ്കിൽ അവരോടും ഞങ്ങൾ എന്തിനാണ് വിരോധം? അവർ തെറ്റ് തീർത്തട്ടെ. ആ അത് ഖേദം പ്രകടിപ്പിച്ച പുള്ളിയെ തെറ്റായിപ്പോയി ഖേദം പ്രകടിപ്പിച്ചത്. ആ ഉള്ള സത്യം അത് രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് ഖേദം പിടിപ്പിച്ചത്. ഞാനാണ് ഖേദം ഒരു സത്യം പറഞ്ഞാണ്. ആ സത്യം പറഞ്ഞിട്ട് പിന്നെ ഖേദം. ഈ സത്യം പറയാൻ ഖേദം പറയുന്നത് വോട്ട് നോക്കിയാണ്. എനിക്ക് ആരുടെ വോട്ട് വേണ്ട. അയാളെ ഹൃദയത്തിൽ തട്ടിയ ഒരു സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞ ആ സതിയുടെ നിലപാട് കറക്റ്റ്. ഇപ്പോൾ SNDP യോഗത്തിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. NSSുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി ചർച്ചയ്ക്ക് പോകും. NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരുമായി ചർച്ച നടത്തും. അതിനുശേഷം ഇരുവരും കൂടിയുള്ള NSSും SNDPയും ചേർന്നിട്ടുള്ള വിശാല ഐക്യത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും സമന്വയത്തോടുകൂടി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി തീരുമാനങ്ങളെല്ലാം ഒരുമിച്ചെടുക്കുമെന്നുമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.